ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ചാപ്റ്ററാണ് കേട്ടോ എടുക്കുന്നത്. പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്ററിൻ്റെ നെയിമാണ് റെങ്കോങ് കെ നാം. എന്താണ് റെങ്കോങ് കെ നാം എന്ന് പറഞ്ഞാൽ? റെങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളേഴ്സ് ആണല്ലേ. അപ്പോൾ കളേഴ്സിൻ്റെ നെയിമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് കളർ ഏതാന്നുള്ളത്. ഓക്കെ, നമ്മൾ 10 കളേഴ്സ് ആണ് കേട്ടോ ഫോർത്തിൽ പഠിക്കുന്നത്. 10 കളേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് കളറാണ് റെഡ്. റെഡിന് എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയാ? ലാൽ എന്നാണ്. ഓക്കെ, ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. നമ്മളപ്പം ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഒക്കെ പഠിച്ച് എഴുതാനൊക്കെ അറിയുന്ന മക്കളായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലേ. അപ്പം ലാൽ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതിക്കൂടെ? എങ്ങനെയാണ് ലാൽ എന്ന് എഴുതുക? ഓക്കെ, നമുക്ക് നോക്കാം. ലാൽ എന്ന് എഴുതാൻ ഇത് ഏതാണ് ലെറ്റർ? ലാ എന്നാണ് അല്ലേ. ഇത് ലാ എന്ന ലെറ്റർ ആണ്. അപ്പം നമുക്ക് ലാൽ എന്ന് എങ്ങനെ എഴുതാം? മിസ് ഇവിടെ കാണിക്കാം. ആദ്യം നമ്മൾ ലാ എന്ന് എഴുതുന്നു, എന്നിട്ടോ ലാ എന്ന് നമ്മൾ നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ്. ദെൻ വീണ്ടും ലാ എന്ന് എഴുതാണ്. സിമ്പിളാണല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ലാൽ എന്ന് എഴുതുക. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്. കാണുന്നില്ലേ? റെഡ് റോസ് ഉണ്ട്, റെഡ് കളറൊക്കെ മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് കളറാണ് പീല. പീല എന്ന് പറഞ്ഞാൽ ഏതാണ് കളറ്? യെല്ലോ. ഓക്കെ, മഞ്ഞയാണല്ലേ യെല്ലോ. അപ്പോൾ ഇവിടെ യെല്ലോ കളേഴ്സിലുള്ള പിക്ചറൊക്കെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പീല എന്ന് എഴുതാൻ നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ. പീല എന്ന് എഴുതാൻ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ പ എന്ന് എഴുതുകയാണല്ലേ. പ എന്ന് എഴുതി ഇനി അത് പി എന്നാക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ലാ എന്ന് എഴുതുന്നു. അത് നീട്ടാനുള്ള ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി? പീല. ഇങ്ങനെയാണ് പീല എന്ന് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ ഏതാണ്? ഗ്രീൻ ആണല്ലേ. ഇവിടെ ഗ്രീൻ ആപ്പിളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ആപ്പിളും കളറും ഒക്കെ മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഗ്രീനിന് പറയുക? ഹര എന്നാണ് ഗ്രീനിന് പറയുക. അപ്പം എങ്ങനെയാണ് ഹര എന്ന് എഴുതുക? സിമ്പിളാണ്. നമുക്ക് ഹ എന്ന് എഴുതാൻ അറിയാം. അപ്പം എന്ത് ചെയ്യുക? ഹ എന്ന് എഴുതുന്നു, എന്നിട്ട് രാ എന്നിട്ട് കൊടുക്കുക, ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പം ഇതെന്തായി? ഹര. ഇങ്ങനെയാണ് ഹര എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കളറിലേക്ക് പോവാം. നെക്സ്റ്റ് കളർ ഏതാണ്? ബ്ലൂ ആണ്. ഓക്കെ, എങ്ങനെയാണ് ബ്ലൂ എന്ന് എഴുതുക? ബ്ലൂ എന്ന് പറഞ്ഞാൽ നീലയാണല്ലേ. നീലക്ക് നമ്മൾ മലയാളത്തിലും നീല, ഹിന്ദിയിലും നീല എന്ന് തന്നെയാണ് പറയുക, ഇംഗ്ലീഷിൽ ബ്ലൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നീല എന്ന് എഴുതാന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ഞാൻ എന്ന് എഴുതാൻ അറിയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ എന്ന് എഴുതി കൊടുക്കുന്നു, നീ എന്നാക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, ലാ എഴുതുന്നു, ഒരു വര വരക്കുക. ഇത്രയേ ഉള്ളൂ. നീല എന്നാണ് ഇത് റീഡ് ചെയ്യുക. നീല. നമ്മൾ എന്തിനാണ് ഈ ഒരു ചിഹ്നം ഇടുന്നത്? ല കഴിഞ്ഞിട്ടുള്ളത് അറിയാലോ അല്ലേ. നമ്മളതൊക്കെ പഠിച്ചതാണ്. അല്ലെങ്കിൽ അത് ചില്ലക്ഷരമായിട്ട് മാറും. അതുകൊണ്ടാണ് ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നത്, നീല. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഒരു കളറും കൂടിയേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ 5 കളേഴ്സാണ് പഠിക്കുന്നത്. അതിൽ 4 പഠിച്ചു അല്ലേ. 4 കളേഴ്സ് പഠിച്ചു. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ. ഗുലാബി. ഗുലാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്ക് കളറാണ്. ഓക്കെ, പിങ്ക്. നോക്കിയേ എങ്ങനെയാണ് ഗുലാബി എന്ന് എഴുതുക? നമ്മളിവിടെ ഗാട്ട് കൊടുക്കുകയാണ്. നോക്കിക്കോളൂ കേട്ടോ. എല്ലാവരും എഴുതാൻ പഠിച്ചാണ്. എല്ലാവരും മിസ്സിൻ്റെ കൂടെ തന്നെ എഴുതുക. ഗു ആയില്ലേ. ഇനി ലാ എന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലാ. ഇനി ഭി എന്നിടാൻ വേണ്ടി ബ എന്ന് എഴുതുന്നു, ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ഗുലാബി. ഇങ്ങനെയാണ് ഗുലാബി എന്ന് എഴുതുക. ഓക്കെ, ഗുലാബി. ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്. അപ്പം അവിടെ എന്താ കാണുന്നുണ്ട്? കോലൈസൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടമാണോ എല്ലാവർക്കും ഈ റൈസൊക്കെ? ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്ക് ഗുലാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്ക് കളറാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കളർ ഒന്നുകൂടെ നമുക്ക് നോടിച്ചിട്ട് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് നമ്മൾ ഏതാ പഠിച്ചത്? ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. ദെൻ പീല യെല്ലോ, ഹര ഗ്രീൻ, നീല ബ്ലൂ, ഗുലാബി പിങ്ക്. ഓക്കെ, ഇത്ര എല്ലാവരും പഠിച്ചല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ചിത്രയ്ക്ക് അനുരൂപ് സഹി രംഗിലേക്കും. അതായത് ഇവിടെ മിസ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഹിന്ദി നെയിംസ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, എല്ലാവരും അത് ചെയ്യുക ഒരു വർക്ക്. ഇനി യൂണിറ്റ് ടാസ്ക് നോക്കിയേ. റിക്ത് സ്ഥാൻ ഭരോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഏതാ കളേഴ്സ് എന്നൊക്കെ അറിയാമല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ 1 2 3 4 എണ്ണം, അതായത് 4 എണ്ണം എഴുതാനുണ്ട്. ഓക്കെ, ലാ ഡാഷ്. അവിടെ എന്താണ്? ഏതാ കളറ്? അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഹ, അതുപോലെ തന്നെ ഗു ഡേഷ് ബി, പിന്നെ പി ഡേഷ്. അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എല്ലാവരും ഈ 2 വർക്കും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു 5 കളേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി 5 കളേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഓക്കെ.